ഇവൾ മലർ ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട പെൺ വെള്ളക്കടുവകളിൽ ഒരുവൾ. മലറിനെ പുറം ലോകം അറിയില്ലെങ്കിലും ഇവളുടെ ആത്മമിത്രമായ വിജയ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പോലും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചവനാണ്. ദില്ലി മൃഗശാലയിൽ യുവാവിനെ വെള്ളക്കടുവ ആക്രമിച്ചു കൊന്ന സംഭവം അത്ര പെട്ടെന്നൊന്നും ഇന്ത്യ മറക്കില്ലല്ലോ. മലരും വിജയും തമ്മിലുള്ള സൗഹൃദം ഇനി ഒരു ഓർമ്മ മാത്രമാണ്. മലയാളികൾക്ക് കൗതുകമേറുന്നതിനു വേണ്ടി ആത്മസുഹൃത്തിനെ ഉപേക്ഷിച്ച മലർ കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. മലറിനെ കാണണമെങ്കിൽ ഇനി തിരുവനന്തപുരം മൃഗശാല സന്ദർശിച്ചാൽ മതിയാകും. പൊതുവെ ശാന്ത സ്വഭാവം പുലർത്തുന്നവരാണ് വെള്ളക്കടുവകൾ. എന്നാൽ ദില്ലിയിലെ സംഭവത്തിന് ശേഷം വളരെ ഗൗരവത്തോടു കൂടിയാണ് വെള്ളക്കടുവകളുടെ പരിപാലനം. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നെത്തിയ പ്രത്യേക സംഘമാണ് മലറിനെ കേരളത്തിലെത്തിക്കുന്നത്. മറ്റ് ബംഗാൾ കടുവയെക്കാളും റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ തിരിച്ചുള്ള ജേണി വളരെ പതുക്കെയായിരിക്കും. ഏറ്റവും നമ്മൾ ഉറങ്ങാതെ 6 ദിവസമായി നമ്മൾ ഉറങ്ങൂല, വേറെ അങ്ങോട്ട് തിരിയാതെ മൃഗത്തിൻ്റെ മാത്രം റിസ്ക് എടുത്തും കൊണ്ട് നമ്മൾ കൊണ്ടെത്തിക്കുക. മലർ എന്ന വെള്ളക്കടുവ കൂടി പോയതോടെ ദില്ലി മൃഗശാലയിലെ വെള്ളക്കടുവകളുടെ എണ്ണം 5ആയി ചുരുങ്ങി. മുൻപ് തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു വെള്ളക്കടുവയുണ്ടായിരുന്നുവെങ്കിലും കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തെ തുടർന്ന് ആകസ്മികമായി മരണമടയുകയായിരുന്നു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു അമേരിക്കൻ ജാങ്കുവാറിനെയും ദില്ലി മൃഗശാലയിലേക്ക് കരാർ പ്രകാരം കൈമാറിയിട്ടുണ്ട്. മലർ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്. തിരുവനന്തപുരം മൃഗശാലയിൽ കാണികൾക്ക് കൗതുകമായി ഇനി അവളുണ്ടാകും. മലറിനും സംഘത്തിനും ശുഭയാത്ര നേർന്നുകൊണ്ട് ക്യാമറമാൻ ധനേഷ് പേരമംഗലത്തിനോടൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ.